മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. നല്ലൊരു ക്രിസ്മസ് ഏറെ ആഘോഷത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. അതെ, ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ചപ്പോഴാണ് ഈശോയെ കാണുവാനിടയായത്. നമ്മള് കർത്താവുമായിട്ട് അറ്റ് ഹോം ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈശോയെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. രാജകൊട്ടാരങ്ങളിലോ ഭൗതികതയിലോ മുങ്ങിക്കുളിച്ച് നിന്നാൽ നമുക്ക് ഈശോയെ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈശോയെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയുമായിട്ട് അറ്റ് ഹോം ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ജീവിതം ധന്യമായി മാറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസ് അവസരത്തിൽ നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ജർമ്മനിയിലെ പൈൻ വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ അത് കാണുന്നത് പോലെ തന്നെ നമ്മളും അത് അലങ്കരിക്കുവാൻ ശ്രമിക്കുകയാണ്. ക്രിസ്മസ് കാലഘട്ടം എപ്പോഴും സാന്താക്ലോസിന്റെ സാമീപ്യം നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആരാണ് ഈ സാന്താക്ലോസ്? സെയിന്റ് നിക്കോളാസ്. ആ സെയിന്റ് നിക്കോളാസ് 343 മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു. ആ കരുണയും സ്നേഹവും നിറഞ്ഞവരായി നമ്മൾ മാറുമ്പോഴാണ് ആ ക്രിസ്മസ് നമുക്ക് അനർത്ഥമാകുന്നത്. അതിനെല്ലാവർക്കും ഇടവരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.